വെൽക്കം ടു അത്തരാശി ഹിനോടെ ബൈ T3 സൊല്യൂഷൻസ്. ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് 6th ക്വസ്റ്റ്യനാണ്. അതായത് CBSE NCERT മാത്സ് 7th ഗ്രേഡ് എക്സസൈസ് 9.1-ലെ 6th ക്വസ്റ്റ്യൻ. ഇവിടെ ഒരു പാരലഗ്രം കാണാം. ദാറ്റ് ഈസ് പാരലഗ്രം ABCD. പിന്നെന്തൊക്കെയാണ് ഇവിടെ തന്നിരിക്കുന്നത്? ഈ പാരലഗ്രത്തിൻ്റെ ഏരിയയാണ് 1470 cm². പിന്നെ രണ്ട് സൈഡ്സ് തന്നിട്ടുണ്ട്. AB = 35 cm, AD = 49 cm. ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് BMൻ്റെയും DLൻ്റെയും ലെങ്ത്താണ്. ഇനി ഇവിടെ BMും DLും എന്താ? BMും DLും ഈ പാരലഗ്രത്തിൻ്റെ ഹൈറ്റ്സ് ആണ്. അതായത് BM എന്നത് ബേസ് ADയിലോട്ടുള്ള ഹൈറ്റും DL എന്നത് ബേസ് ABയിലോട്ടുള്ള ഹൈറ്റും. ഇനി ഈ ഹൈറ്റ്സ് എങ്ങനെ കണ്ടുപിടിക്കും? നമുക്കറിയാം, ഒരു പാരലഗ്രത്തിൻ്റെ ഏരിയയും ബേസും അറിയാമെങ്കിൽ ഹൈറ്റ് കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടത്? ഹൈറ്റ് = ഏരിയ ഡിവൈഡഡ് ബൈ ബേസ്. ഇത് ചെയ്താൽ നമുക്ക് ഹൈറ്റ് കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് സോൾവ് ചെയ്യാം. ആദ്യം ഇവിടെ തന്നതെല്ലാം എഴുതാം. Area of the parallelogram equal to 1470 cm². AB equal to 35 cm and AD equal to 49 cm. ആദ്യം നമുക്ക് BMൻ്റെ ലെങ്ത് കണ്ടുപിടിക്കാം. Length of BM. That is length of BM. BM എന്താ ഇവിടെ? അത് ഹൈറ്റ് ആണ് അല്ലേ? സോ ഹൈറ്റ് ഈക്വൽ ടു ഫോർമുല എന്താ? ഏരിയ ഡിവൈഡഡ് ബൈ ബേസ്. ഏരിയ നമുക്കറിയാം, 1470 cm² ഡിവൈഡഡ് ബൈ ബേസ്. ഇനി ഇവിടെ ഏത് ബേസാണ് എടുക്കേണ്ടത്? AB ഓർ AD? ഇവിടെ BM എന്നത് ADയിലോട്ടുള്ള ഹൈറ്റാണ്. അതുകൊണ്ട് നമുക്കിവിടെ AD ആണ് ബേസായിട്ട് എടുക്കേണ്ടത്. അപ്പോൾ AD എത്രയാണ്? 49 cm. ഇനി ഇത് നമുക്ക് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും നമുക്ക് 7 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 49 ഡിവൈഡഡ് ബൈ 7 ഇറ്റ് ഈസ് 7. 14 ഡിവൈഡഡ് ബൈ 7 ഇറ്റ് ഈസ് 2. 7 ഡിവൈഡഡ് ബൈ 7 ഇറ്റ് ഈസ് 1. പിന്നെ 0 എഴുതാം. cm² ഡിവൈഡഡ് ബൈ സെൻറ്റിമീറ്റർ ഇറ്റ് ഈസ് സെൻറ്റിമീറ്റർ. അപ്പോൾ നമുക്കിവിടെ കിട്ടുന്നത് 210 ഡിവൈഡഡ് ബൈ 7 സെൻറ്റിമീറ്റേഴ്സ്. വീണ്ടും നമുക്ക് ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും 7 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 7 divided by 7 it is 1. 21 divided by 7 it is 3. Then write the 0 here. That is equal to 30 centimeters. That is BM equal to 30 centimeters. ഈ ഡിവിഷൻ നമുക്ക് ഇങ്ങനെയും ചെയ്യാം. 1470 ഡിവൈഡഡ് ബൈ 49. 49നേക്കാൾ ചെറുതല്ലേ? അപ്പോൾ 147 എടുക്കാം. അപ്പോൾ നമുക്ക് 3 times 49 = 147. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് 0 കിട്ടും. നെക്സ്റ്റ് 0 ബ്രിങ് ഡൗൺ ചെയ്യണം. അപ്പോൾ അത് കോഷ്യൻറ്റിൻ്റെ കൂടെ എഴുതാം. അതുപോലെ തന്നെ 210 ഡിവൈഡഡ് ബൈ 7. നമുക്കറിയാം 3 7s are 21. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 0 ബ്രിങ് ഡൗൺ ചെയ്യാൻ നമുക്കത് കോഷ്യൻറ്റിൻ്റെ കൂടെ എഴുതിയാൽ മതി. അപ്പോൾ ഇവിടെ നമുക്ക് BMൻ്റെ ലെങ്ത് കിട്ടിയിരിക്കുന്നത് 30 cm. അടുത്ത് നമുക്ക് DLൻ്റെ ലെങ്ത് കണ്ടുപിടിക്കാം. ലെങ്ത് ഓഫ് DL ഈക്വൽ ടു ഫോർമുല എന്താ? ഏരിയ ഡിവൈഡഡ് ബൈ ബേസ്.
ഏരിയ നമുക്കറിയാം, ദറ്റ് ഈസ് 1470 സെൻറ്റിമീറ്റർ സ്ക്വയർ ഡിവൈഡഡ് ബൈ ബേസ്. ഇവിടെ ഏത് ബേസാണ്? ഇവിടെ നമുക്ക് എടുക്കേണ്ടത് ബേസ് എ ബി ആണ്. കാരണം ഡി എൽ എന്നത് എ ബിയിലോട്ടുള്ള പെർപെൻഡിക്കുലറാണ്. അപ്പോൾ എ ബി എത്ര? ഇവിടെ 35 സെൻറ്റിമീറ്റേഴ്സ്. സോ 35 സെൻറ്റിമീറ്റേഴ്സ്. ഇനി നമുക്കിത് ഡിവൈഡ് ചെയ്യണം. ഇത് ഡിവൈഡ് ചെയ്യാൻ ഞാൻ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും 5 കൊണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. സോ 35 ഡിവൈഡഡ് ബൈ 5 ഇറ്റ് ഈസ് 7. 14 ഡിവൈഡഡ് ബൈ 5 2 5 are 10. ഇവിടെ നമുക്ക് റിമൈൻഡർ 4 കിട്ടും. അതിനോടുകൂടെ നെക്സ്റ്റ് ഡിജിറ്റ് 7 കൂടെ കൺസിഡർ ചെയ്യുമ്പോൾ 47. ഇനി 47 ഡിവൈഡഡ് ബൈ 5 നമുക്കറിയാം 9 5s are 45. ഇവിടെ നമുക്ക് റിമൈൻഡർ കിട്ടുന്നത് 2 ആണ്. ഈ 2വിനോടുകൂടെ നെക്സ്റ്റ് ഡിജിറ്റ് 0 കൂടെ കൺസിഡർ ചെയ്യുമ്പോൾ 20. 20 ഡിവൈഡഡ് ബൈ 5 ചെയ്താൽ നമുക്ക് 4 കിട്ടും. അപ്പോൾ നമുക്കിവിടെ കിട്ടുന്നത് 294 ഡിവൈഡഡ് ബൈ 7. നൗ സെൻറ്റിമീറ്റർ സ്ക്വയർ ഡിവൈഡ് ബൈ സെൻറ്റിമീറ്റർ, ഇറ്റ് ഈസ് സെൻറ്റിമീറ്റർ. ഇനി ഇവിടെ ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും 7 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 7 ഡിവൈഡ് ബൈ 7 ഇറ്റ് ഈസ് 1. 29 ഡിവൈഡ് ബൈ 7 നമുക്കറിയാം 4 7s are 28. ഇവിടെ റിമൈൻഡർ 1 ആണ്. 1നോട് കൂടെ നെക്സ്റ്റ് ഡിജിറ്റ് 4 കൺസിഡർ ചെയ്യുമ്പോൾ 14. 14 ഡിവൈഡ് ബൈ 7 ഇറ്റ് ഈസ് 2. ദറ്റ് ഈസ് ഈക്വൽ ടു 42 സെൻറ്റിമീറ്റേഴ്സ്. അപ്പോൾ ഇവിടെ ഡി എല്ലിൻ്റെ ലെങ്ത് എന്നത് 42 സെൻറ്റിമീറ്റേഴ്സാണ്. ഇനി ഈ ഡിവിഷൻ ലോങ് ഡിവിഷൻ മെത്തേഡിൽ ചെയ്യുകയാണെങ്കിൽ 1470 ഡിവൈഡഡ് ബൈ 35. 147ൽ നമുക്കറിയാം 4 times 35. ദറ്റ് ഈസ് 4 35s are 140. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് 7 കിട്ടും. നെക്സ്റ്റ് 0 ബ്രിങ് ഡൗൺ ചെയ്യാം. 2 35s are 70. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 0. ഇവിടെ 1 സ്റ്റെപ്പിൽ തന്നെ നമുക്ക് 42 ആൻസർ കിട്ടി. ഈ ഡിവിഷൻ ആണെങ്കിലോ 294 ഡിവൈഡഡ് ബൈ 7. 29ൽ നമുക്കറിയാം 4 7s are 28. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 1. 4 ബ്രിങ് ഡൗൺ ചെയ്യുക. അപ്പോൾ നമുക്ക് 2 7s are 40. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 0. അപ്പോൾ നമ്മളിവിടെ ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ യൂസ് ചെയ്ത ഫോർമുല ഏതാ? ഹൈറ്റ് ഈക്വൽ ടു ഏരിയ ഡിവൈഡഡ് ബൈ ബേസ്. ഈ ഫോർമുല യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ഈ പാരലഗ്രത്തിൻ്റെ ഹൈറ്റ്സായ ബി എമ്മിൻ്റെയും ഡി എല്ലിൻ്റെയും ലെങ്ത്ത് കണ്ടുപിടിച്ചു. മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.